പാഞ്ഞു വരുന്ന ട്രെയിനെ ചൂണ്ടുവിരലിൽ തിരിച്ചോടിക്കും. എങ്ങനെയൊക്കെ വില്ലൻ വെടിവെച്ചാലും വെടിയേറ്റാലും മരിക്കാത്ത നായകൻ. നൃത്തം, സംഗീതം, മാസ്, ക്ലാസ് ആക്ഷൻ, അങ്ങനെ ഒരു സൂപ്പർമാനായി തെലുങ്ക് സിനിമയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് നന്ദമൂരി ബാലകൃഷ്ണ. തെലുങ്ക് സിനിമാ പ്രേമികൾക്ക് അദ്ദേഹം NBK ആണ്. തെലുങ്കിൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് സിനിമ ചെയ്യുന്ന കാര്യത്തിൽ സൂപ്പർ സ്റ്റാറാണ് ബാലയ്യ. തൊടുന്നതെല്ലാം വിവാദമായാലും ട്രോളായാലും ബാലയ്യ മുന്നോട്ട് തന്നെയാണ്. സോഷ്യൽ മീഡിയയും ട്രോളുകളും സജീവമായ ശേഷമാണ് നന്ദമൂരി ബാലകൃഷ്ണ മലയാളികൾക്ക് സുപരിചിതനായത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ മലയാളികൾ വളരെ വിരളമായി മാത്രമേ കണ്ടിട്ടുള്ളൂവെങ്കിലും ബാലയ്യ എന്ന പേരും രൂപവും ഏവർക്കും സുപരിചിതമാണ്. മാത്രമല്ല, എപ്പോഴും വിവാദങ്ങളിൽ നിറയാറുള്ള സെലിബ്രിറ്റി കൂടിയാണ് ബാലയ്യ. പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഫോൺ വലിച്ചെറിയുക, ദേഷ്യപ്പെടുക, വിവാദപരമായ പ്രസ്താവനകൾ നടത്തുക എന്നിവ ചെയ്താണ് ബാലയ്യ അടുത്ത കാലത്തായി എപ്പോഴും വാർത്തകളിൽ നിറയുന്നത്. അടുത്തിടെ മലയാളത്തിൻ്റെ സ്വന്തം ഹണി റോസ് വരെ ബാലയ്യയുടെ നായികയായി അഭിനയിച്ചിരുന്നു. നന്ദമൂരി ബാലകൃഷ്ണയുടെ കരിയറിലെ 109ാം സിനിമയിലേക്കാണ് ഹണി റോസിന് ക്ഷണം ലഭിച്ചെന്നാണ് അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ. നേരത്തെ വീരസിംഹ റെഡ്ഡി എന്ന ഹിറ്റ് ചിത്രത്തിലാണ് ബാലയ്യയുടെ നായികയായി ഹണി റോസ് അഭിനയിച്ചത്. സിനിമയുടെ വിജയമാണ് ഹണിക്ക് തെലുങ്കിൽ പ്രേക്ഷക പ്രീതി വർദ്ധിക്കാൻ കാരണമായത്. ഇപ്പോഴിതാ ബാലയ്യയുടെ മദ്യപാനം കണ്ട് താൻ അമ്പരന്നു പോയ കഥ നടൻ നന്ദു വെളിപ്പെടുത്തിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ഒറ്റ കുപ്പി ബ്രാൻഡി ഒറ്റ വലിക്ക് നന്ദമൂരി ബാലകൃഷ്ണ കുടിച്ചുവെന്നാണ് നന്ദു പറയുന്നത്. ഈഗിൾ ഐ എന്ന ഫേസ്ബുക്ക് പേജിലാണ് നന്ദു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നമ്മൾ ഒരുപാട് ട്രോളുന്ന നടനാണ് ബാലകൃഷ്ണ. ഒരിക്കൽ ഒരു കോക്ടെയിൽ പാർട്ടിയും അവാർഡ് വിതരണവും എല്ലാം നടക്കുകയാണ്. അസാധ്യ ഡിന്നറും ഒരു വശത്ത് ബാർ സെറ്റപ്പും എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ആദ്യം പരിപാടി, പിന്നെ ഭക്ഷണം, ശേഷം ലിക്കർ എന്ന രീതിയാണ്. പക്ഷേ ബോംബെയിൽ അങ്ങനെയല്ല. പരിപാടി തുടങ്ങുമ്പോൾ മുതൽ വെള്ളമടി തുടങ്ങും. വെള്ളമടിച്ച് പൂക്കുറ്റി ആയതിനു ശേഷമാണ് സ്റ്റേജിൽ കയറുന്നത്. കാരണം ആർട്ടിസ്റ്റുകൾ വരാൻ രാത്രിയാകും. അവിടെയുള്ള താരങ്ങൾ അവരുടെ ഷൂട്ടും ഉറക്കവും എല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ കച്ചയും കെട്ടി ഇറങ്ങും. പിന്നെ പാർട്ടിയും ക്ലബും പരിപാടികളുമായിരിക്കും. അതുകൊണ്ടാണ് അവിടെ താരങ്ങൾ ഷൂട്ടിങ്ങിന് 12 മണിക്കൊക്കെ എത്തുന്നത്. നമ്മൾ അങ്ങനെയല്ലല്ലോ. അങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ബാലകൃഷ്ണ എത്തിയപ്പോൾ സീസർ എന്ന ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഉടൻ തന്നെ ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ ഒരാളെ വിട്ട് 4 കുപ്പി ബാലകൃഷ്ണയ്ക്ക് വേണ്ടി മാത്രമായി വാങ്ങി. നമ്മളിതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അസാമാന്യ കപ്പാസിറ്റിയാണ്. സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്ന രീതിയിലല്ല അദ്ദേഹം മദ്യപിക്കുന്നത്. ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ തന്നെ 2.5 കുപ്പിയോളം അദ്ദേഹം തന്നെ കുടിച്ചു തീർത്തു. കുറച്ചു സമയം കൂടി കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ബാറിൻ്റെ അടുത്ത് വന്ന് തൻ്റെ ഡ്രിങ്ക് ചോദിച്ചു. ബാറിൽ സപ്ലൈക്ക് നിന്നിരുന്ന ഒരു വ്യക്തി സീസർ ബ്രാൻഡ് തീർന്നു പോയെന്ന് മറുപടി പറഞ്ഞതും അദ്ദേഹം ദേഷ്യപ്പെടാൻ തുടങ്ങി. ഉടൻ ബാറിലെ മറ്റൊരു സപ്ലയർ ഓടി വന്ന് ഒളിപ്പിച്ചു വച്ചിരുന്ന ഫുൾ ബോട്ടിൽ എടുത്തു കൊടുത്തു. ചോദിച്ചപ്പോൾ കിട്ടാത്ത ദേഷ്യം കാരണം ഒറ്റ കുപ്പി ബ്രാൻഡി ഒറ്റ വലിക്ക് നന്ദമൂരി ബാലകൃഷ്ണ കുടിച്ചു തീർത്തു. എല്ലാവരും അന്തം വിട്ടു നിന്നു. 750 മില്ലിയും അകത്തുപോയി. സമയം 12 മണിയൊക്കെ ആയിരുന്നു. കുപ്പി തീർത്ത ശേഷം കുറച്ചുനേരം അവിടെ ഡയലോഗ് അടിച്ചു നിന്നു. പിന്നെ ആലില വീഴുന്നത് പോലെ വീണു, ഫ്ലാറ്റായി. അദ്ദേഹം ഇഴയുകയായിരുന്നു. എല്ലാവരും ചേർന്നാണ് റൂമിൽ കൊണ്ടുപോയി കിടത്തിയത്. പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ പോകേണ്ടതാണ്. രാവിലെ അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ പ്രിയൻ സാർ എന്നെ വിട്ടു. അമിതമായി മദ്യപിച്ചാണല്ലോ അദ്ദേഹം പോയത്. അതുകൊണ്ട് പ്രിയൻ സാറിനും ടെൻഷൻ. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ ചെന്നപ്പോൾ കണ്ടത് ജോഗിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ബാലകൃഷ്ണയാണ് എന്നാണ് നന്ദു അനുഭവം വിവരിച്ചു പറഞ്ഞത്.